നമസ്കാരം, എൻ്റെ പേര് LL നിത്യലക്ഷ്മി, ബുക്ക് ലവർ LLൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ജയമോഹൻ്റെ 2 പുസ്തകങ്ങളെക്കുറിച്ച് വളരെ ചെറിയ രീതിയിൽ പരിചയപ്പെടാം. ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ബുക്ക് റിവ്യൂ വീഡിയോ. എന്തായാലും നമുക്ക് ജയമോഹൻ്റെ 2 പുസ്തകങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ഇവ രണ്ടും ചെറിയ പുസ്തകങ്ങളാണ്, അതുപോലെ തന്നെ ഈ വീഡിയോയും വളരെ ചെറുതായിരിക്കും. ഈ 2 പുസ്തകങ്ങളും പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ രണ്ടിലും ചില സിമിലാരിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് സാമ്യതകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ 2 പുസ്തകങ്ങളെക്കുറിച്ചും ഒരുമിച്ച് നമുക്ക് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും മാടൻ മോക്ഷത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ, അതുപോലെ തന്നെ ജയമോഹൻ്റെ മാടൻ മോക്ഷം എന്നീ 2 പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു പുസ്തകം മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതിൻ്റെ വില ഞാൻ ഒരു വർഷം 1-2 വർഷം മുൻപ് എങ്ങാണ്ട് വാങ്ങിച്ചിട്ടുള്ള പുസ്തകമാണ്. ആ സമയത്ത് ഇതിന് 100 രൂപയായിരുന്നു വില. അതുപോലെ മാടൻ മോക്ഷം എന്ന് പറയുന്ന പുസ്തകം എനിക്ക് നിധി ബുക്സിന്റെ ഒരു കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയപ്പോൾ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. ഇത് DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 130 രൂപയാണ്. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. 2 പുസ്തകങ്ങളും വളരെ ചെറിയ പുസ്തകങ്ങളാണ്. മാടൻ മോക്ഷത്തിൽ 96 പേജുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 100 സിംഹാസനങ്ങളിൽ 88 പേജുകളേ ഉള്ളൂ. ഈ 2 പുസ്തകങ്ങളും പ്രതിപാദിക്കുന്നത് ദളിതരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചും അവരുടെ ഒരു സാഹചര്യം, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഇവിടെ മാടൻ മോക്ഷത്തിൽ പറയുന്നത് ഒരു ദൈവത്തിനെ കുറിച്ചാണ്. അതായത് ദളിതർ ആരാധിക്കുന്ന മാടൻ എന്ന് പറയുന്ന ഒരു ദൈവം, അദ്ദേഹം പിന്നീട് എങ്ങനെയാണ് ഒരു മതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദളിതരൊക്കെ കൂട്ടമായിട്ട് മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേക്കേറിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദളിതരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവരുടെ ആചാരങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ ഭക്ഷണ രീതികൾ, ഇതെല്ലാം ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മാംസാഹാരികൾ, സസ്യാഹാരികൾ എന്ന് പറഞ്ഞ് വളരെ ഉയർന്ന തലത്തിലുള്ള അല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ളവര് മാംസാഹാരം മാത്രമേ കഴിക്കൂ എന്നൊക്കെയുള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകം സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ മാടൻ എന്ന് പറയുന്ന ദൈവം ദളിതർക്ക് അവരുടെ ഒരു കൂട്ടുകാരനെ പോലെയാണ്, അല്ലാതെ ഇങ്ങനെ പേടിപ്പിച്ച് എല്ലാവരും നിർത്തുന്ന ഒരാളൊന്നും അല്ല. പ്രത്യേകിച്ച് നമ്മുടെ ബ്രാഹ്മണിക്കൽ സിസ്റ്റം അനുസരിച്ച് ബ്രാഹ്മിൻസിന് മാത്രം, അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന പൂജാരിക്ക് മാത്രമേ ആ ഒരു ക്ഷേത്രത്തിനകത്തോട്ട് കയറാൻ പറ്റൂ. എന്നാൽ ദളിതരുടെ ദൈവവിശ്വാസം അനുസരിച്ച് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അവർക്ക് തോളിൽ കൈയിട്ട് എടാ പോടാ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ദൈവം എന്നാണ് ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിക്കാൻ എഴുത്തുകാരൻ ശ്രമിക്കുന്നത്. ഇനി 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ദളിത് വ്യവസ്ഥിതിയെക്കുറിച്ചാണ്. കാരണം വളരെ താഴേക്കിടയിൽ നിന്ന് ഒരു തെരുവ് തെണ്ടിയായിട്ട് ജനിച്ച് വളർന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് വളർന്ന് വലുതായി പഠിച്ച് ഒരു സിവിൽ സർവൻ്റ് ആയിട്ട് മാറുന്നതും, എന്നാൽ അദ്ദേഹത്തിന് ഇത്രയും ഉയർന്ന പദവിയിൽ എത്തിയിട്ട് പോലും ജാതിയുടെയും മതത്തിൻ്റെതുമായിട്ടുള്ള ഒരു വിവേചനം നേരിടേണ്ടി വരുന്നതുമായിട്ടുള്ള കാര്യമാണ് 100 സിംഹാസനത്തിൽ പറയുന്നത്. ഇതിലും ദളിതരുടെ ഭക്ഷണ രീതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ജീവിത രീതി, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിലെ നായക കഥാപാത്രം ആണ് സിവിൽ സർവൻ്റ് ആകുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ ഒരിക്കലും തിരിച്ചു വന്ന് ഈ മകനോടൊപ്പം ചേർന്നുള്ള ഒരു ലൈഫ് സ്റ്റൈല് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അവരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അലഞ്ഞു തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടന്ന് കുപ്പയിലും ഒക്കെയുള്ള ആഹാരങ്ങൾ ഭക്ഷിച്ച് നടക്കുന്ന ഒരു രീതിയാണ് അവരുടേതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും മകനോടൊപ്പം വന്ന് ഒരു സുഖ സൗകര്യങ്ങളുള്ള AC ഒക്കെയുള്ള ഒരു വീട്ടിൽ കയറി കിടന്നുറങ്ങാനൊന്നും പറ്റാത്തൊരു കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ 2 പുസ്തകങ്ങളും 2 തരത്തിലുള്ള ദളിത് മനുഷ്യരെ കുറിച്ചുള്ള ഒരു ആഖ്യാനമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ 2 പുസ്തകങ്ങളെ കുറിച്ചും ഷോർട്ടായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി
ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പുസ്തകങ്ങളെക്കുറിച്ചും ഇങ്ങനത്തെ സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ടോ എന്നുകൂടെ പറയുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു പുസ്തകവുമായി വീണ്ടും മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.